നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അഞ്ച് ഭർത്താക്കന്മാർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന എന്നോട് ചോദിച്ചാൽ, ഞാൻ ആരാണെന്നറിഞ്ഞ് എന്നോട് ചോദിച്ചാൽ, ഞാൻ ജീവനുള്ള വെള്ളം തരും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും. ഈ അന്ധവിശ്വാസത്തിൻ്റെ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. ആത്മദാഹം മാറുകയില്ല, ഒരു തൃപ്തിയും ഉണ്ടാകുകയില്ല. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്നവന്, എന്നിൽ വിശ്വസിക്കുന്നവന് തൃപ്തി ഉണ്ടാകും, അനുഗ്രഹമുണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും, സ്വർഗമുണ്ടാകും എന്ന് യേശു പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഇനി ഇവിടെ വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, നിനക്ക് മാത്രമല്ല, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക, നിന്റെ ഭർത്താവിനും തരാം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയുകയാണ്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. എനിക്ക് ഭർത്താവില്ല എന്നവൾ പറഞ്ഞപ്പോൾ നീ പറഞ്ഞ ഉത്തരം ശരിയെന്നാണ് യേശു പറഞ്ഞത്, അല്ലാതെ നീ പറഞ്ഞ ഉത്തരം തെറ്റ് എന്നല്ല. അവൾ വിവാഹിതയല്ല, അത് ശരിയാണ്. അവളൊരു അഭിസാരിക, അതുമല്ല. ചില ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് ശമരിയ സ്ത്രീ ഒരു വേശ്യയായിരുന്നു എന്നാണ്. വേശ്യ എന്ന് പറയുമ്പോൾ ഈ 5 ഭർത്താക്കന്മാർ എന്നുള്ളതുമായിട്ടൊന്നും ചേരുകയില്ല. വേശ്യാവൃത്തി ഒരു തൊഴിലായി സ്വീകരിക്കുന്നവർ എല്ലാ ദിവസവും ആ തൊഴിൽ അവർ ചെയ്തേ മതിയാവും. ഇസ്രായേലിനെ സംബന്ധിച്ച് വേശ്യ വസ്ത്രമുണ്ട്. യഹൂദ ആടുകളുടെ രോമം കത്തിരിക്കാനായിട്ട് തൻ്റെ കൂട്ടുകാരനോട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വേശ്യാവസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടു. പിന്നീട് അവളെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവളെ കണ്ടില്ല. അപ്പോൾ ആളിനോട് ചോദിച്ചു, ഇവിടെ വേശ്യാവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഇരുന്നിരുന്നല്ലോ? ഇല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഇസ്രയേലിൽ ഓരോരുത്തർക്കും അവനവൻ്റെതായ വസ്ത്രമുണ്ട്. ഒരു പട്ടാളക്കാരന് പട്ടാള വസ്ത്രമുണ്ട്, ശതാധിപന് ശതാധിപൻ്റെ വസ്ത്രം, സഹസാധിപന് സഹസാധിപൻ്റെ വസ്ത്രം, പുരോഹിതന് പുരോഹിതൻ്റെ വസ്ത്രം, മഹാപുരോഹിതന് മഹാപുരോഹിതൻ്റെ വസ്ത്രം, പുരുഷന് പുരുഷൻ്റെ വസ്ത്രം, സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രം, വിധവയ്ക്ക് വിധവയുടെ വസ്ത്രം, ഷണ്ണന് ഷണ്ണൻ്റെ വസ്ത്രം, അതുപോലെ കുഷ്ഠരോഗിക്ക് കുഷ്ഠരോഗിയുടെ വസ്ത്രം, ഭിക്ഷക്കാരന് ഭിക്ഷക്കാരൻ്റെ വസ്ത്രം. അങ്ങനെ ഓരോ തലത്തിലും തരത്തിലും പെട്ടവർക്ക്, അടിമയ്ക്ക് അടിമയുടെ വസ്ത്രം, അങ്ങനെ ഒരു ഡ്രസ് കോഡുണ്ട്. ഈ ശമരിയ സ്ത്രീ ഒരു വേശ്യാവസ്ത്രം ധരിച്ച് വന്ന ഒരു സ്ത്രീ അല്ല. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവൾ ചെന്ന് പട്ടണത്തിൽ പറയുമ്പോൾ നാട്ടുകാരൊന്നും അവളുടെ പിന്നാലെ വരികയില്ല. അവളൊരു മാന്യയായ, സത്യാന്വേഷിയായ ഒരു നല്ല സ്ത്രീ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ 5 ഭർത്താക്കന്മാരെന്നാണ് പറയുന്നത്, അല്ലാതെ 5 പരപുരുഷന്മാരെന്നല്ല പറയുന്നത്. അവളൊരു വേശ്യാസ്ത്രീ ആയിരുന്നു എന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാതെ ആളുകൾ വെറുതെ ഇങ്ങനെ പറയാറുണ്ട്. വേശ്യാസ്ത്രീ ഒരിക്കലും 5 പേരിൽ ഒതുങ്ങി അവൾക്ക് ഒരിക്കലും ജീവിക്കാനായി സാധിക്കുകയില്ല. വിവാഹമാണ്. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ വിവാഹത്തോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ മാന്യമായി വിവാഹം കഴിച്ചതാണ്. വേറൊരു കാര്യം, 7 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് യേശു പറഞ്ഞല്ലോ. ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, മരണശേഷം ആരവൾക്ക് ഭർത്താവായിരിക്കും എന്ന് യേശു ചോദിച്ചല്ലോ. അത് ഒരേ സമയത്തല്ല. വിവാഹം കഴിച്ചു, ആദ്യ ഭർത്താവ് മരിച്ചു, പിന്നെ രണ്ടാമത്, പിന്നെ മൂന്നാമത് വേറൊരാൾ, നാലാമത്, അങ്ങനെ 7 പേരും മരിച്ചു. അവസാനം സ്ത്രീ ശേഷിച്ചു, അവളും മരിച്ചു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന യേശുവിൻ്റെ ചോദ്യം. യേശു പറഞ്ഞു, അവൾ സ്വർഗത്തിലേ വരികയില്ലെന്നല്ലല്ലോ. 7 പേർക്ക് ഭാര്യയായിരുന്നവൾ എങ്ങനെ സ്വർഗത്തിൽ വരുമെന്നല്ലോ. ഒരേ സമയത്തല്ല. അപ്പം ഇവിടെ
5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ പോലും ഒരേ സമയത്ത് അല്ലെങ്കിൽ അത് പാപമല്ലല്ലോ. അല്ലാതെ നീ ഒരു വേശ്യയാണെന്നല്ല യേശു പറഞ്ഞത്. അവൾക്ക് മനസ്സിലായി എന്താണ് യേശു ഉദ്ദേശിച്ചതെന്ന്. എന്താ യേശു ഉദ്ദേശിച്ചത്? അതായത് ശമര്യർക്ക് 5 ദേവന്മാരുണ്ടായിരുന്നു എന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ബാബേൽ, കൂത്ത, ഹൗവ, സെഫർവയീം തുടങ്ങിയ 5 സ്ഥലത്തു നിന്നും അശൂർ രാജാവ് ഇസ്രയേലിൽ കൊണ്ട് കുടിപാർപ്പിച്ച ആളുകളുടെ സന്തതി പരമ്പരകളാണിവർ. അപ്പോൾ ഈ 5 പട്ടണക്കാർക്ക് 5 ദേവന്മാരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അദ്രമേലേക്ക്, അനാമേലേക്ക്, അശീമ അങ്ങനെയുള്ള ദേവന്മാരായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ബാബേൽ രാജാവ് അശൂരിൽ നിന്നും, അതായത് അസിറിയയിൽ നിന്നും ഇസ്രയേൽ ദേശത്ത് 5 പട്ടണങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് കുടിപാർപ്പിച്ചു. ബാബേൽ, കൂത്ത, ഹൗവ, സെഫർവയീം തുടങ്ങിയ 5 സ്ഥലങ്ങളിൽ നിന്നും വിഗ്രഹാരാധികളായ ആളുകളെ, അവരുടെ ദേവന്മാരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അശീമ, അദ്രമേലേക്ക്, അനാമേലേക്ക് തുടങ്ങിയ ദേവന്മാരായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്. അതാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. കാരണം 5 സ്ഥലത്തു നിന്നുള്ള 5 ദേവന്മാരെയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ യഹോവയെ ഭജിക്കാത്തത് കൊണ്ട് ഇവരെ വന്ന് ദുഷ്ടജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാനിടയായി. അപ്പോൾ രാജാവിനെ അറിയിച്ചു. രാജാവ് അവിടുന്ന് ഒരു പുരോഹിതനെ അയച്ച് യഹോവയുടെ മാർഗം പഠിപ്പിച്ചു. പക്ഷേ അവർ രണ്ടും കൂടെ യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു എന്ന് ഈ 2 രാജാക്കന്മാർ 17 എഴുതിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിഗ്രഹാരാധന വിടുകയും മോശയുടെ പഞ്ചഗ്രന്ഥമായ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പ്രമാണമാക്കി ഗെരീസി മലയിൽ യഹോവയെ ആരാധിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യാഗപീഠമൊക്കെ പണിത് യാഗം കഴിക്കാനും ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പ്രമാണമാക്കാനും അവർ തയ്യാറായി. അതാണ് യേശു പറഞ്ഞത്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ 5 ദേവന്മാർ. ഇപ്പോൾ യഹോവ ദേവനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ വായിക്കുന്നവരും യാഗപീഠത്തിൽ യാഗം കഴിച്ച് യഹോവയ്ക്കെന്ന് പറഞ്ഞ് യാഗം കഴിക്കുന്നവരുമാണ്. അതുകൊണ്ട് യഹോവ നിങ്ങളുടെ ഭർത്താവ്, അത് പണ്ടുകാലത്ത് ദേവന്മാരെ ഭർത്താവെന്ന് ആണ് കരുതിയിരുന്നത്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകമഴിഞ്ഞ ആ സ്നേഹം പോലെ അവർക്ക് ഈ ദേവന്മാരോട്, ദേവീദേവന്മാരോട് സ്നേഹമുണ്ടായിരുന്നു. അതായത് ഭർത്താവിനെ മുത്തം ചെയ്യുന്നത് പോലെ ദേവനെ അവർ മുത്തം ചെയ്യുമായിരുന്നു. ബാലിനെ മുത്തം ചെയ്യാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സമവാക്യം. ഇവിടെ യേശു പറയുകയാണ് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശമര്യർക്ക് 5 ദേവന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വേണേൽ ചോദിക്കാം, വ്യക്തിപരമായിട്ട് അവളോടല്ലേ പറയുന്നതെന്ന്. പക്ഷേ ഒരു ദേശത്തെ ഒരു സ്ത്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലിനെ ഒരു സ്ത്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യഹൂദയെ ഒരു സ്ത്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ബേത്ലഹേമിനെ റാഹേൽ എന്ന സ്ത്രീയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹെരോദാവ് ബേത്ലഹേമിലെ കുഞ്ഞുങ്ങളെ കൊന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു എന്നാണ്. അതായത് റാഹേൽ പണ്ട് ബേത്ലഹേം എഫ്രാത്തയിൽ വെച്ചാണല്ലോ മരിച്ചത്. അപ്പോൾ ആ ബേത്ലഹേം എന്നുള്ളതിന് പകരം റാഹേൽ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വേദപുസ്തകത്തിൽ രാജ്യങ്ങളെ സ്ത്രീലിംഗം കൽപ്പിച്ച് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ശമരിയ സ്ത്രീയുടെ ഒരു പ്രതിനിധിയായിട്ട് ഈ ശമരിയ സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, 5 ഭർത്താക്കന്മാർ നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവന് നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളത് യഹോവയാണ്. പക്ഷേ യഹോവ സത്യത്തിൽ നിങ്ങളുടെ ഭർത്താവല്ല. യഹോവ അങ്ങനെ ഒരു യാഗം കഴിക്കുന്നതുകൊണ്ടോ 5 പുസ്തകം വായിക്കുന്നതുകൊണ്ടോ ഒന്നും നിങ്ങളെ അംഗീകരിക്കില്ല എന്നാണ് യേശു ഇവിടെ അർത്ഥമാക്കുന്നത്. തുടർന്നുള്ള അവളുടെ സംഭാഷണത്തിൽ നിന്നും യേശു അതാണ് ഉദ്ദേശിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക, അനുസരിക്കുക, ആരാധിക്കുക, അതാണ് രക്ഷയ്ക്കുള്ള മാർഗം. അത് നമ്മൾ മുമ്പേ കണ്ടതാണ്. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ
ജീവനെ കാണുകയില്ല. പുത്രനെ വിശ്വസിക്കുന്നവൻ പുത്രനെ പൂർണ്ണമായിട്ട്, പുത്രൻ എന്ത് കൽപ്പിക്കുന്നു, യേശു എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിക്കാനായിട്ട് തയ്യാറാകണം എന്ന് യേശു മുൻ പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.